ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ. ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു 3-3.5 മാസമായി ഞാൻ സാരി ഡ്രിപ്പിംഗ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വന്ന കൊളാബിൻ്റെ ഒരു സാരിയാണിത്. സാധാരണ ഒരു ഡ്രിപ്പിംഗ് ആണ്. സിഗ്നേച്ചർ ഓഫ് പ്ലീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് എനിക്ക് സാരി വന്നിട്ടുള്ളത്. നല്ല ഒരു എന്താ പറയുക, ഒരു കോട്ടൺ സാരിയാണ്. നമ്മുടെ ഡെയിലി വെയറിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ബ്ലൗസ് പീസ് മുറിച്ചിട്ടില്ല. ഇതിൻ്റെ സാരിക്കകത്ത് വൈറ്റ് പ്രിൻ്റ് ഉള്ളതുകൊണ്ട് ഞാനൊരു വൈറ്റ് ബ്ലൗസിൽ പെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ ഈ സാരി ഡ്രേപ്പിംഗ് വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പം ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, സാരി ഡ്രേപ്പിംഗ് ഒക്കെ ആര് കാണാനാണ്, ഇതൊക്കെ എന്തിനാണ് വെറുതെ ഇടുന്നത്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളില്ലേന്ന്. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമുക്കറിയാമെന്നുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്കും അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോഴും സാരി ഉടുക്കാൻ അറിയാത്ത, അല്ലെങ്കിൽ സാരിയുടെ ഫുൾ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ് സാരി ട്യൂട്ടോറിയൽ വീഡിയോസ്. ഇപ്പം ഞാൻ തന്നെ ആണെങ്കിലും ഈ ഒരു വീഡിയോസ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് സാരി വെച്ച് ഇത്രയും വെറൈറ്റീസ് ഓഫ് ഡ്രേപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന എനിക്കും മനസ്സിലായത്. അപ്പം ഇത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗം മാത്രമല്ല, ഇത് വെച്ച് നമുക്ക് ഇഷ്ടം പോലെ എക്സ്പെരിമെൻറ്റും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈവൻ ഒരു പാർട്ടിക്ക് പോകുമ്പോഴാണെങ്കിലും നമുക്ക് സാരി സ്റ്റൈൽ ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പം ഞാൻ ഈ ബ്ലൗസ് പീസ് മുറിക്കാണ്ട് ഈ സാരി എടുത്തുകൊണ്ട് നല്ല ലെങ്ത് ഉണ്ടായിരുന്നു സാരിക്ക്. അപ്പം താഴത്തെ പ്ലീറ്റ്സ് കൂട്ടിയിട്ടാണ് എടുത്തത്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്ലീറ്റ് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ ഒരു ചെറിയ നോട്ട് ഇട്ടു. ഞാനൊരു ഹിന്ദിക്കാരിയുടെ വീഡിയോയിലാണ് ഇത് കണ്ടത്, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നതായിരിക്കും. ഇങ്ങനെ ഒരു നോട്ട് ഇട്ടിട്ട് ബാക്കി ഫാബ്രിക് എടുത്തിട്ട് താഴത്തെ പ്ലീറ്റ്സ് എടുത്തു. അത്യാവശ്യം വലിയ പ്ലീറ്റ്സാണ് എടുത്തതെന്ന് വെച്ചാൽ സാരിക്ക് നല്ല നീളം ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലീറ്റ്സൊക്കെ നന്നായിട്ട് എന്താ പറയുക, ഒഴുകി കിടക്കുന്നുണ്ടായിരുന്നു. മെറ്റീരിയൽ കണ്ടപ്പോൾ ഞാൻ കോട്ടൺ ആണെങ്കിലും കോട്ടൺ മിക്സ് മെറ്റീരിയലാണ്. അപ്പം ഞാൻ ഓർത്തു വിചാരിച്ചെടുത്ത് നിൽക്കില്ല എന്ന്. പക്ഷേ നല്ല പോലെ സാരിയുടെ പ്ലീറ്റൊക്കെ നന്നായിട്ട് ഒതുങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് പ്ലീറ്റ്സ് ഒന്ന് സെക്യൂർ ചെയ്യുക. പ്ലീറ്റ്സ് നന്നായിട്ട് സെക്യൂർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിലെ സാരിയുടെ കുറച്ച് അറ്റം മാറ്റിയിട്ട് അവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ കൂടെ ഈ നോട്ട് എടുത്തിട്ട് നമ്മുടെ പെറ്റിക്കോട്ടിനകത്തേക്ക് ടക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാരിക്ക് നല്ല ഒരു ഷേപ്പ് ഉണ്ടാവും. മെത്തേഡ് കണ്ടപ്പം എനിക്ക് കുറച്ച് ട്രിക്കി ആയിട്ട് തോന്നിയെങ്കിലും ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. കഴിഞ്ഞു. നമ്മുടെ കൊളാബ് വന്ന സാരി വളരെ നന്നായിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റി. നല്ല ഒഴുകി കിടക്കുന്ന മെറ്റീരിയലാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഉടുത്തിട്ട് കണ്ടവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല ഭംഗിയുണ്ടായിരുന്നു സാരിന്ന്. അപ്പം ഇൻസ്റ്റഗ്രാം പേജ് ഞാനിവിടെ കമൻറ്റിൽ പിൻ ചെയ്യാം. അപ്പം നല്ലൊരു സാരിയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ സാരീസ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാം. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഫുൾ ലുക്ക് കണ്ടാലോ. മുടി അഴിച്ചിട്ട് ഓക്സിഡൈസ് സിൽവർ ജ്വല്ലറിയാണ് ഞാൻ ഇതുമായിട്ട് പെയർ ചെയ്തിരിക്കുന്നത്. നല്ല ഒതുങ്ങി കിടക്കുന്ന സാരിയാണ്. നമ്മുടെ ബോഡിക്ക് നല്ലൊരു ഷേപ്പും കൂടെ ഈ സാരിക്ക് തരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിംഗ് ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.